വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു സ്റ്റഡി സ്മാർട്ട്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് തന്നെ ഒത്തിരി പ്രഷർ കൊടുക്കാണ്ട് എങ്ങനെ നല്ല ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ബ്രേക്സ് വൈൽ സ്റ്റഡിങ്. അതായത് ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ടൈം പീസ് സൈഡിൽ വെക്കാറില്ല, നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ക്ലോക്കിൻ്റെ അടുത്തോ അവിടെ എവിടെയും പോയി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ അങ്ങനെ അത്ര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കായിരിക്കും ഒരു 25 മിനിറ്റ്സ് ഞാൻ കണ്ടിന്യൂസ്ലി പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് എനിക്ക് തന്നെ വെറുതെ ബ്രേക്ക് കൊടുക്കും കേട്ടോ. ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ഫോൺ എടുക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ എടുക്കാതെ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യാം. ചിലപ്പം പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ എടുക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ സ്റ്റഡി ഏരിയ. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥലം ഉണ്ടാവല്ലോ, അതെപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ ഒരു ഫീൽ ഉണ്ടാവും. അല്ലാണ്ട് ഫുള്ള് ഇങ്ങനെ വൃത്തികേടായിട്ട് ഇങ്ങനെ ഫുള്ള് ഭയങ്കര നീറ്റ് അല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പോയി ഇരിക്കുന്നതേ നമുക്ക് ഒന്ന് പഠിക്കണം അങ്ങനെ ഒരു ഫീൽ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റഡി സ്പേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എല്ലാ സാധനങ്ങളും എടുക്കുന്നവിടെ തന്നെ വെക്കുക. അതായത് ഓർഗനൈസ് ആയിട്ട് കൊണ്ടുനടക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്. അതായത് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കിയില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് എന്താ പറയാ, എന്നിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് അല്ലാണ്ട് നമ്മൾ ഒന്നും മനസ്സിലാവാൻ ഇങ്ങനെ പഠിക്കാൻ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിപ്പോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ, അതായത് ഇക്വേഷൻ ഒക്കെ ഉള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതൊക്കെ ഇക്വേഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാണ്ട് പഠിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് മനസ്സിലാക്കി പഠിച്ചു ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുപോലെ എഴുതാൻ അറിയാമെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ബയോളജി ഒക്കെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ പഠിക്കേണ്ടവരുണ്ടാവും, ചിലർക്കെല്ലാം കാണാണ്ട് പഠിക്കുമ്പോഴേ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് പോയാൽ മതിയാവും. അപ്പൊ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടാണോ അതേപോലെ നിങ്ങൾ ചെയ്യുക. പക്ഷെ കൺസെപ്റ്റ് എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കണം എന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ്, അതായത് ഫോർത്ത് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഏർലി. അതായത് നമ്മളിങ്ങനെ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കുക. അത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദിവസം ഇന്ന് പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് നാളെ പഠിക്കാം, ഒരു ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പഠിക്കാമെന്ന്. അപ്പം അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും എനിക്കില്ല. അപ്പൊ ഞാനിത് ഏത് സബ്ജക്ട് എടുക്കണം, എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന്, അതായത് ഇപ്പൊ എടുക്കുന്ന ചാപ്റ്ററിൽ തുടങ്ങണം, ആദ്യം ടീച്ചർ പഠിപ്പിച്ചതിൽ തുടങ്ങണം, ഫുൾ കൺഫ്യൂസ്ഡ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ് നടക്കുള്ളൂ. അല്ലാണ്ട് പഠിക്കലൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മൾ നാളെ പഠിക്കും, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പഠിക്കും, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് പേജ് നമ്പർ തൊട്ട് ഏത് പേജ് നമ്പർ അല്ലേ, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ്, ഏത് ചാപ്റ്ററിലെ ഏത് ടോപ്പിക്കാണ്, അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പോയി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത ടോപ്പിക്സ് ഒക്കെ പഠിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ്, അതായത് ഫിഫ്ത്ത് ടിപ്പാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചോദിച്ചാൽ അപ്പം പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കുറേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു പോർഷൻ വായിക്കുമല്ലോ, ആ പോർഷൻസ് വായിക്കുമ്പോൾ അവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അടുത്തൊരു ടിപ്പാണ് റെഗുലർ റിവിഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ മൊത്തം അതിൻ്റെ അകത്തെ കണ്ടന്റ് ഒക്കെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി നമ്മളൊക്കെ പഠിച്ചു. പക്ഷെ റിവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എക്സാം ടൈം ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം പഠിച്ചത് മറന്നു പോകും. അപ്പം നമ്മൾ റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്യുക. അതായത് റെഗുലർ റിവിഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി റിവിഷൻ ഉണ്ട്, വീക്ക്ലി റിവിഷൻ ഉണ്ട്, മന്ത്ലി റിവിഷൻ ഉണ്ട്, അങ്ങനെ ഓരോ ടൈപ്പ് റിവിഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വീക്ക്ലി റിവിഷൻ ആയിരിക്കും. അതായത് എല്ലാം ഒരാഴ്ച പഠിച്ചത് ഇങ്ങനെ റിവൈസ് ചെയ്യാനായിരിക്കും. ചിലരുണ്ട് ഒരു ദിവസം പഠിപ്പിച്ചത് അന്ന് തന്നെ പഠിച്ചിട്ട് അത് രാത്രി തന്നെ റിവൈസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അതേപോലെ നിങ്ങൾ റിവൈസ് ചെയ്യാം. ബട്ട് റിവൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ടച്ച് വിട്ടു നമ്മൾ പഠിച്ചത്, പിന്നെ നമുക്കൊന്നും അങ്ങനെ എക്സാമിന്റെ ടൈം ആകുമ്പോഴായിരിക്കും പിന്നെ ഞാൻ പഠിച്ചില്ല എന്ന കോൺഫിഡൻസിന് നമ്മൾ പോയി തുറന്നു നോക്കുക. പക്ഷെ റിവിഷൻ ഇല്ലാതെ ആണെങ്കിൽ നമ്മളെല്ലാം മറന്നു പോകും. പിന്നെ നമ്മൾ ഒന്നേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്യുക. ഇതാണ് അടുത്ത ടിപ്പ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നത്. ഞാൻ ചെയ്യാറുള്ള ടിപ്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇത്രയല്ല നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ.